എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത അഥവാ ചുരം ഏത്? കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത അഥവാ ചുരം ഏത്? പാലക്കാട് ചുരം. പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ഏത്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ഏത്? പാലക്കാട് ചുരം. അതും പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? NH 544. NH 544. ഏതൊക്കെ ജില്ലകളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെ ജില്ലകളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്? കേരളത്തിലെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും. കേരളത്തിനെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ ജില്ലകളെയാണ്? താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ ജില്ലകളെയാണ്? കോഴിക്കോട്, വയനാട്. കോഴിക്കോട്, വയനാട്. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. ഒന്നുകൂടി. കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത അഥവാ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 544. ഏതൊക്കെ ജില്ലകളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്? കേരളത്തിലെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ ജില്ലകളെയാണ്? കോഴിക്കോട്, വയനാട്. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? താമരശ്ശേരി ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? NH 766. NH 766. താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്തുവെന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗ മൂപ്പൻ ആര്? താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്തുവെന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗ മൂപ്പൻ ആര്? കരിന്തണ്ടൻ. കരിന്തണ്ടൻ. കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത്? കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത്? വയനാട്, കണ്ണൂർ. വയനാട്, കണ്ണൂർ. കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH 744. NH 744. നിലമ്പൂർ, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? നിലമ്പൂർ, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാടുകാണി ചുരം. നാടുകാണി ചുരം. ഒന്നുകൂടി. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 766. താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്തുവെന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗ മൂപ്പൻ കരിന്തണ്ടൻ. കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത്? വയനാട്, കണ്ണൂർ. കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744. നിലമ്പൂർ, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം നാടുകാണി ചുരം. പേരമ്പാടി ചുരം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? പേരമ്പാടി ചുരം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കണ്ണൂർ, കൂർഗ്. കണ്ണൂർ, കൂർഗ്. കേരളത്തെയും തമിഴ്നാട്ടിലെ മധുരയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? കേരളത്തിലെ ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും ബന്ധിപ്പിക്കുന്ന ചുരം ബോഡിനായ്ക്കന്നൂർ ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരം. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ഏത്? വെട്ടുകൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ്. വെട്ടുകൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കറുത്ത പരുത്തിമണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശം ഏത്? കേരളത്തിൽ കറുത്ത പരുത്തിമണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശം ഏത്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കറുത്ത പരുത്തിമണ്ണ് കാണപ്പെടുന്നത്. കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരത്തെ പാറോട്ടുകോണം. തിരുവനന്തപുരത്തെ പാറോട്ടുകോണം. കേരളത്തിൽ കരിമണൽ കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഏവ? കേരളത്തിൽ കരിമണൽ കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഏവ? കൊല്ലം, ആലപ്പുഴ. കൊല്ലം, ആലപ്പുഴ. ഒന്നുകൂടി.
പേരമ്പാടി ചുരം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കണ്ണൂർ, കൂർഗ്. കേരളത്തിലെ ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും ബന്ധിപ്പിക്കുന്ന ചുരം ബോഡിനായ്ക്കന്നൂർ ചുരം. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം വെട്ടുകല്ല് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക്. കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാറോട്ടുകോണം. കേരളത്തിൽ കരിമണ്ണിൽ കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ കൊല്ലം, ആലപ്പുഴ. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഏവ? കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഏവ? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോണിയം. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോണിയം. ഏത് ലോഹത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്? ഏത് ലോഹത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്? ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്. മോണോസൈറ്റ് ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റേഡിയോ ആക്റ്റീവ് ലോഹം ഇത്. മോണോസൈറ്റ് ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റേഡിയോ ആക്റ്റീവ് ലോഹം ഏത്? തോറിയം. തോറിയം. കളിമണ്ണിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ? കളിമണ്ണിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ? വേളി, കുണ്ടറ, തൃക്കാക്കര. വേളി, കുണ്ടറ, തൃക്കാക്കര. നിക്ഷേപം ധാരാളമായുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ? ചുണ്ണാമ്പുകല്ല് നിക്ഷേപം ധാരാളമായുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ? വാളയാർ, കരുനാഗപ്പള്ളി, മയ്യനാട്. വാളയാർ, കരുനാഗപ്പള്ളി, മയ്യനാട്. ഗ്രാഫൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ? ഗ്രാഫൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ? വെള്ളനാട്, വേളി, കുറ്റിച്ചൽ, മൂവാറ്റുപുഴ. വെള്ളനാട്, വേളി, കുറ്റിച്ചൽ, മൂവാറ്റുപുഴ. ഒന്നുകൂടി. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഏവ? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോണിയം. ഏത് ലോഹത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്? ടൈറ്റാനിയം. മോണോസൈറ്റ് ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റേഡിയോ ആക്റ്റീവ് ലോഹം തോറിയം. കളിമണ്ണിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങൾ വേളി, കുണ്ടറ, തൃക്കാക്കര. ചുണ്ണാമ്പുകല്ല് നിക്ഷേപം ധാരാളമായുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ വാളയാർ, കരുനാഗപ്പള്ളി, മയ്യനാട്. ഗ്രാഫൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ വെള്ളനാട്, വേളി, കുറ്റിച്ചൽ, മൂവാറ്റുപുഴ. പ്രദേശങ്ങൾ ഏവ? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ ഏവ? വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ. വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ. അഥവാ വൈഡൂര്യം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രത്നം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ? മാർജാര നേത്രം അഥവാ വൈഡൂര്യം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രത്നം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ ഏവ? തിരുവനന്തപുരം, കൊല്ലം. തിരുവനന്തപുരം, കൊല്ലം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? 2695 മീറ്റർ അഥവാ 8842 അടി. 2695 മീറ്റർ അഥവാ 8842 അടി. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? പുതുച്ചേരി. പുതുച്ചേരി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഏത് ഭാഗമാണ് കേരളത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നത്? പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഏത് ഭാഗമാണ് കേരളത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നത്? മാഹി. കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് മാഹി സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് മാഹി സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്, കണ്ണൂർ. കോഴിക്കോട്, കണ്ണൂർ. ഒന്നുകൂടി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ. മാർജാര നേത്രം അഥവാ വൈഡൂര്യം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രത്നം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ തിരുവനന്തപുരം, കൊല്ലം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അഥവാ 8842 അടി. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഏത് ഭാഗമാണ് കേരളത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നത്? മാഹി. കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് മാഹി സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്, കണ്ണൂർ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.